ഡിസൈൻസ് നമ്മൾ പുതിയ ചുരിദാറിന്റെ വീഡിയോ ആണ്. ഫസ്റ്റ് ഡിസൈൻ വരുന്ന ഇതാട്ടോ. ഇതിന്റെ വർക്ക് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതിങ്ങനെ കുഞ്ഞു പേളിന്റെ ഡിസൈൻ ആട്ടോ. വീനെക്കാണ്. അതിൻ്റെ അകത്ത് നമ്മൾ നോർമലി വരുന്ന സൈസ് ബീഡ്സ് വർക്ക് അല്ല. അതിന്റെ ഒരു ഭംഗി ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നേരിട്ട് കാണാൻ ഭയങ്കര ക്യൂട്ട് ആട്ടോ. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ടുള്ള ബീഡ്സ് കംപ്ലീറ്റ് യൂസ് ചെയ്താൽ ചെയ്തിരിക്കുന്നത്. ഈ സെയിം കളറും ഒരു ഡാർക്ക് വൈൻ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡും ഉണ്ട്. പിന്നെ കുഞ്ഞായിട്ട് ബ്ലൂവിന്റെ കോമ്പിനേഷനിലും ആ ഒരു പേളിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല രസമാട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതിന്റെ ദുപ്പട്ട വരുന്നത് സെമി സിൽക്കിന്റെ മെറ്റീരിയലാണ്. അപ്പോൾ രണ്ട് സൈഡിലും ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഫുൾ വർക്കാണ്. അപ്പോൾ ഇത് ഏകദേശം ഫുൾ വീൽ ഇങ്ങനെ നമുക്ക് വരുന്നത്. വാഷ് ചെയ്യുന്നതിന് കംപ്ലൈൻസ് ഒന്നും ഇല്ലാത്ത മെറ്റീരിയൽ ആട്ടോ. നമുക്കൊരു ഫംഗ്ഷൻ വരെയൊക്കെ യൂസ് ചെയ്യാൻ നല്ല ഐറ്റം ആണ്. ഇതിന്റെ ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്കിൽ സെയിം കളർ തന്നെ. പിന്നെ നല്ല വലിപ്പമുണ്ട്. ലെങ്ത് ഒക്കെ നന്നായിട്ട് കിട്ടുന്ന ഫാബ്രിക് ആട്ടോ. ഇതിന്റെ നമ്പർ വരുന്നത് G142, റേറ്റ് 1190 1190. ഇങ്ങനെ രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ബ്ലൂവിന്റെ തന്നെ ലൈറ്റും ഡാർക്കും ആയിട്ടുള്ള കോമ്പിനേഷൻ ആട്ടോ. ഈ കോമ്പിനേഷനും എനിക്കൊന്ന് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടൊരു കോമ്പിനേഷനാണ്. കാരണം ഇടുമ്പോൾ നമുക്കൊരു ഭംഗിക്കൂല് കിട്ടുന്ന ഒരു കളറാണ്. ഇതിൽ പീകോക്ക് ബ്ലൂ ആണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത്. ടോപ്പിന്റെ കളർ ഡാർക്ക് നേവി ബ്ലൂവിന്റെ ഷെയ്ഡ്. മെറ്റീരിയലും നല്ല രസമാട്ടോ കാണാനായിട്ട്. ഇതിനൊരു ലൈൻ പോലെ ഒരു ജൂട്ട് ഫിനിഷ് ആണ് മെറ്റീരിയലിന്. നല്ല സ്മൂത്ത് ഫാബ്രിക് ആണ്. അപ്പോൾ ഇതും നല്ല അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ട് തയ്ക്കാൻ കിട്ടും. ഫ്രണ്ടിൽ നമുക്ക് ആ ഒരു പേളിന്റെ രണ്ട് കളേഴ്സ് ചേർത്താണ് ചെയ്തേക്കുന്നത്. ഡാർക്ക് ബ്ലൂ കൊണ്ട് ലൈറ്റ് ബ്ലൂവും വെച്ചിട്ടുള്ള കോമ്പിനേഷനിലാണ് നമുക്ക് ആ ഒരു പേൾ വർക്ക് പോയിരിക്കുന്നത്. പേൾ മാത്രം ആട്ടോ. പേൾ മാത്രം യൂസ് ചെയ്തിട്ടാണ് ആ വീനൊക്കെ കൊടുത്തേക്കുന്നത്. ദുപ്പട്ടയ്ക്കകത്ത് ഫുള്ളായിട്ട് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിനും ബോട്ടം വരുന്നത് ദുപ്പട്ടയുടെ സെയിം ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്പർ വരുന്നത് G141, റേറ്റ് സെയിം തന്നെ 1190. അടുത്ത ഷെയ്ഡ് വരുന്നത് ഗ്രീനിന്റെ കോമ്പിനേഷൻ ആട്ടോ. ഇത് ഡബിൾ ടോൺ ആയതുകൊണ്ട്, അതായത് ബ്ലൂവും ചെറിയ ഗ്രീനും കൂടെ ഇങ്ങനെ ഡബിൾ ഷെയ്ഡിലാണ് ഇത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറിയ കളർ വ്യത്യാസമുണ്ട്. ഇതിന്റെ ആ ത്രെഡ് കണ്ടാൽ മനസ്സിലാവും. വൺ സൈഡിലോട്ട് പോകുന്നത് ബ്ലൂ കളറാണ്, മറ്റേ ഓപ്പോസിറ്റ് സൈഡിൽ ഗ്രീനും ആട്ടോ. അപ്പം മെയിൻ നമുക്ക് കാണുമ്പോൾ രണ്ടുകൂടെ മിക്സ് ആയിട്ടുള്ള കളറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കാണുന്നേക്കാളും കുറച്ചുകൂടെ ഗ്രീൻ ടോൺ ആയിട്ട് കണക്ക് കൂട്ടിയാൽ മതി. ഇതിന്റെ ടോപ്പിന്റെ കളർ നല്ല ഡാർക്ക് ഗ്രീനിന്റെ ഷെയ്ഡ്. നല്ല രസമാട്ടോ ഡാർക്ക് ഗ്രീനിൽ ആ ഒരു പേൾ വർക്ക് കാണാനായിട്ട്. ബാക്കിയെല്ലാം സെയിം തന്നെ. ബോട്ടം ദുപ്പട്ടയുടെ സെയിം ഷെയ്ഡ് തന്നെയാണ്, ഗ്രീൻ കളർ. നമ്പർ G140, റേറ്റ് 1190. അടുത്ത കോമ്പിനേഷൻ ഡാർക്ക് ഒരു മസ്റ്റേർഡ് ആൻഡ് പീച്ചിന്റെ കോമ്പിനേഷൻ ആട്ടോ. നല്ല കോമ്പിനേഷനാണ്. ഇതിലും ആ ഒരു പേൾ വർക്ക് തന്നെയാണ്. രണ്ട് കളേഴ്സും കൂടിയിട്ടുള്ള ആ ഒരു പേൾ വർക്കാണ് കൊടുത്തേക്കുന്നത്. ഇതിന്റെ ആ പേള് കാണാൻ നല്ല രസമായിട്ടോ. ആ കളർ ഒരു പ്രത്യേക അട്രാക്ഷനാണ്. കുഞ്ഞു കുഞ്ഞായിട്ട് പേളിന്റെ തന്നെ വർക്കുകൾ അങ്ങനെ വരുന്ന കുറവാണ്. ഇത് ഭയങ്കര രസമായിട്ട് തോന്നിക്കുന്നു. ഇതിന്റെ ദുപ്പട്ട വരുന്നതാണെങ്കിലും ആ സെയിം കോമ്പിനേഷനിൽ അതുപോലെ ഫുൾ വർക്ക് കൊടുത്തിട്ടുണ്ട്. 2.5 ലെങ്ത് ഉണ്ട്. ബോട്ടം സാറ്റിൻ സിൽക്കാണ്. നമ്പർ G138, റേറ്റ് 1190.